ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ബന്ധുക്കളായ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നു. മരണത്തിന് പിന്നിൽ ഭക്ഷ്യവിഷബാധയല്ലെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം നടന്ന ദിവസം അതേ ഹോട്ടലിൽ നിന്നും ഇതേ വിഭവങ്ങൾ 200ഓളം പേർ കഴിച്ചിരുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ മറ്റാർക്കും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം നിലമേൽ പ്ലാച്ചിയോടുകുന്നിൽ വീട്ടിൽ റഷീദ ബീവി, മരുമകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. റഷീദ ബീവിയുടെ മകൾ സജി മോൾ നിലവിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെ പ്രശസ്തമായ ഒരു റെസ്റ്റോറന്റിൽ നിന്നാണ് ഇവർ കടൽ വിഭവങ്ങൾ കഴിച്ചത്. 5 അംഗ സംഘമാണ് ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലെത്തിയത്. ഭക്ഷണം കഴിഞ്ഞു മടങ്ങുന്ന വഴിയിൽ ഇവർക്ക് കഠിനമായ ദേഹാസ്വസ്ഥവും ഛർദിയും അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം നടന്ന ഉടൻ തന്നെ ബന്ധുക്കൾ ഹോട്ടലിനെതിരെ ഭക്ഷ്യവിഷബാധ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ഇടപെട്ട ഹോട്ടൽ താൽക്കാലികമായി അടപ്പിച്ചു. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് മരണകാരണം ഭക്ഷ്യവിഷബാധയാകാൻ സാധ്യതയില്ലെന്ന് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇത് സംബന്ധിച്ച സൂചനകളില്ല. മരിച്ചവർക്ക് കടൽ വിഭവങ്ങളോട് കഠിനമായ അലർജി ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതാകാം പെട്ടെന്നുള്ള ശാരീരിക തകരാറുകൾക്കും മരണത്തിനും കാരണമായതെന്നാണ് കരുതുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കൃത്യമായ അംഗീകാരത്തോടും ലൈസൻസോടും കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിതെന്ന് റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഹോട്ടലിലെ ശുചിത്വ നിലവാരം തൃപ്തികരമാണ്. എങ്കിലും മരണകാരണം സംബന്ധിച്ച 100% ഉറപ്പുവരുത്താനായി ഇവർ കഴിച്ച ഭക്ഷണത്തിന്റെ 10 സാമ്പിളുകൾ കൊച്ചിയിലെ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ലാബ് റിപ്പോർട്ട് കൂടി ലഭിച്ചതിനു ശേഷം മാത്രമേ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയുള്ളൂ.